ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ബസ്സിൽ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ബാംഗ്ലൂർ അമ്മാവിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങൾ കാണാം. രാവിലെ 8 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിരുന്നു. അവിടുന്ന് പിന്നൊരു ഓൺലൈൻ ടാക്സി ഞങ്ങൾക്ക് അമ്മാവിയുടെ മരുമകൻ കാർത്തിക് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. ഞങ്ങളെ പ്രതീക്ഷിച്ച് എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു സന്ധ്യ സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോപൊളിറ്റൻ സിറ്റിയിലൂടെ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുവശത്തൂടെ പലരും കയറി വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതുവഴി വരല്ലേ എന്ന്. പിന്നെ ഓർത്ത് ഇത് കേരളമല്ല ബാംഗ്ലൂർ ആണെന്ന്. അമ്മാവി താമസിക്കുന്നതിനടുത്ത് തന്നെ മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. അപ്പം മെട്രോയുടെ പണി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സിറ്റികളിലൊക്കെ പോകാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകളുള്ള ഒരു ഏരിയയാണ്. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ ഉൾപ്പെടെ പല ഷൂട്ടിങ്ങിനും പല റെസ്റ്റോറൻറ്റുകളും ഇവിടുത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളും പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. അപ്പോൾ ഈ വെച്ചിരിക്കുന്ന ബൈക്കുകളും സ്കൂട്ടറുകളും ഒക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ ആൾക്കാർ വന്നതിൻ്റെ തിരക്കുകളാണ് ഇവിടെ കാണുന്നത് മൊത്തം. ഇവിടെ എല്ലാ രീതിയിലുമുള്ള ഫുഡ് കിട്ടും. സൗത്ത് ഇന്ത്യന്, നോർത്ത് ഇന്ത്യന്, പിന്നെ ജാപ്പനീസ്, ചൈനീസ് എന്ന് വേണ്ട, നമുക്ക് ഏത് രീതിയിലുള്ള ഫുഡ് വേണമെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഫുഡുകളെല്ലാം കിട്ടത്തക്ക രീതിയിലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ റെസ്റ്റോറൻറ്റുകൾ എത്ര ഉണ്ടെന്ന് ഞാൻ വെറുതെ ഒന്ന് എണ്ണി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൈ കുഴഞ്ഞു. പിന്നെ ഞാനതങ്ങ് നിർത്തി വെച്ചു. കാര്യം അതേപോലെ റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പുമോനും ടിൻറ്റുമോനും ഇത് ഒരുപാട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കാല് കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും അവരെ എടുക്കേണ്ടി വന്നു. നമ്മൾ ഒരുപാട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേരം കാർത്തിക് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ റെസ്റ്റോറൻറ്റിന് ഇവിടെ ഒരു അന്ത്യമൊന്നും ഇല്ലേന്ന്. കാര്യം അതേപോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ ഉടനെയാണ് അടുത്ത സൈഡിൽ മൊത്തം ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഷോപ്പിംഗ് മാളുകളും ഷോപ്പ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കുട്ടികൾ ഇതെല്ലാം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്.
ഇവിടെ ഇത്രയും റെസ്റ്റോറൻറ്റുകൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം വിചാരിക്കും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ മറ്റൊരു റെസ്റ്റോറൻറ്റിൽ തിരക്ക് കുറയുമല്ലോ എന്ന്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ നിന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റ് തിരക്കുണ്ടെങ്കിൽ അടുത്ത റെസ്റ്റോറൻറ്റ് ഇതേപോലെ തന്നെ തിരക്കുണ്ടാകും. അതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഇവിടെ ആയിട്ടുള്ളൊരു വ്യത്യാസം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വണ്ടി ഞാൻ എടുത്തപ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ മുമ്പേ പോകുന്നവരുടെ കൂടെ എത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ വണ്ടി ഓടിച്ചു. പക്ഷേ നമ്മൾ മുന്നിലെത്തുമ്പോൾ എന്താ പറയുക, ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതുവഴി ഞൊഴഞ്ഞ് ഓരോ ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ ഇടത്തുകൂടെ കയറുന്നതും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു രീതി ശീലിച്ചതുകൊണ്ട് എനിക്ക് ആദ്യം നല്ല കംഫർട്ടായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ മലയാളീസ് അല്ലേ, എങ്ങനായാലും എത്തിപ്പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ എത്തിപ്പറ്റി. കുറച്ച് ദൂരം ഞങ്ങളിങ്ങനെ പോയതിന് ശേഷം കുഞ്ഞുങ്ങൾ പറഞ്ഞു അവർക്ക് കേക്ക് കഴിക്കണമെന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ട കേക്ക് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മീനും കാർത്തികും എപ്പോഴും പിന്നെ കേക്ക് വാങ്ങാൻ പോകുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ചെന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട കേക്ക് നോക്കി സെലക്ട് ചെയ്തു, പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇനിയും കുറേ വീഡിയോകൾ വരാനുണ്ട്. അതൊക്കെ പതുക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ വന്ന ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ടുകൾ ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് താമസിക്കാതെ നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ബായ്.